ഹായ് ഹലോ, JDM സിനിതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളപ്പം 7 മൈൽ ഉടയങ്കാവ് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം കാണാനായിട്ട് പോവുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഉത്സവമാണേ. അപ്പം കെട്ടുത്സവമൊക്കെ വരുന്ന സമയമായി. അപ്പോൾ അമ്മയുണ്ട് കൂടെ. അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ഉത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ കെട്ടുത്സവമൊക്കെ വരുന്ന പ്രധാന സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 7 മൈൽ ജംഗ്ഷനിലാണ്. ഇത് 7 മൈൽ ജംഗ്ഷനാണ്. കെട്ടുത്സവമല്ല, ഇവിടെ വന്ന് ആറാടിയിട്ടാണ് അമ്പലത്തിലേക്ക് വരിക. നമ്മൾ കുറച്ച് നേരത്തെ വന്ന് കെട്ടുത്സവത്തിൻ്റെ അടുത്തൊക്കെ പോയിട്ടാണ് തിരിച്ചിവിടെ വന്നത്. നമ്മൾ തിരിച്ച് ജംഗ്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല ഇരുട്ടായി. അപ്പോഴത്തേക്കും ഇവിടെ ഈ കൊട്ടും മേളമൊക്കെ തുടങ്ങിയപ്പോൾ അത് കേട്ടോണ്ടാണ് നമ്മൾ ജംഗ്ഷനിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. 7 മൈൽ ജംഗ്ഷനിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകണത് അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ആൽമരമാണ്. നല്ല ഭംഗിയല്ലേ അലങ്കരിച്ചിട്ടേക്കുന്നത് കാണാൻ. നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട്. എന്നാലും കൂടുതൽ ആൾക്കാർ നമ്മളുടെ 7 മൈൽ ജംഗ്ഷനിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ബൾബൊക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ 7 മൈൽ ഉടയങ്കാവ് മഹാദേവ ക്ഷേത്രം. നമ്മൾ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ജീവിതഘോഷയാത്ര വന്നത്. ആദ്യം ക്ഷേത്രത്തിലേക്ക് എത്തുക ജീവിതഘോഷയാത്രയാണ്. അതിന് തൊട്ടു പിറകിലാണ് കെട്ടുത്സവങ്ങളൊക്കെ എത്തുന്നത്. അപ്പോൾ ഇത്രയും ലേറ്റ് ആയതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തൊട്ടടുത്തുള്ള റോഡ് സൈഡിലുള്ള 2 അമ്പലങ്ങളിലൂടെ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ റോഡ് ബ്ലോക്ക് ആവുന്നതൊരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന റോഡ് നമ്മളുടെ കൊല്ലം ജില്ലയിൽ നിന്ന് വന്നിട്ട് പത്തനംതിട്ട ജില്ലയിലോട്ട് കയറിപ്പോകുന്ന റോഡാണ്. ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഹൈവേ ആണ്. അപ്പം ഇഷ്ടംപോലെ വണ്ടിയൊക്കെ പോകുന്ന റോഡല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കണം അത്രയും ലേറ്റ് ആയത്. ജീവിതഘോഷയാത്ര വന്ന് അമ്പലത്തിനുള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഇതേപോലുള്ള ഉത്സവങ്ങൾക്കൊക്കെയാണ് നമ്മളുടെ നാട്ടുകാരെയും ഫ്രണ്ട്സിനെയൊക്കെ ഒരുമിച്ചൊന്ന് കാണാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കെട്ടുകാഴ്ച വന്നു. അപ്പോൾ ഇതൊരു നന്ദികേശ രൂപം, അല്ലെങ്കിൽ ഇവിടെ കാളയെന്നാണ് പറയുന്നത്, അതായിരുന്നു. തൊട്ട് പിന്നാലെ രണ്ടാമതൊരു കാളയും കൂടെ വരുന്നുണ്ട്. തൊട്ട് പിന്നാലെ വന്നതൊരു ഫ്ലോട്ടാണ്, മഹാദേവൻ്റെ ഫ്ലോട്ടാണ്. ദക്ഷയാഗത്തെ തുടർന്ന് ജീവത്യാഗം ചെയ്യേണ്ടി വരുന്ന സതീദേവിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫ്ലോട്ടായിരുന്നു ഇത്. അപ്പോൾ ആ ഫ്ലോട്ട് അമ്പലത്തിൻ്റെ മുമ്പിൽ ആറാടിക്കാനായിട്ട് പോവുകയാണ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടുന്നൊരു കാര്യമാണ്. ഇവിടെ ക്രിസ്തുമത വിശ്വാസികളും ധാരാളം ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഉത്സവം വരുമ്പോഴും പള്ളിയിലെ റാസ വരുമ്പോഴുമൊക്കെ എല്ലാവരും ഒരേപോലെ പങ്കെടുക്കാറുണ്ട്. അവിടെ ജാതി മത വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാറില്ല. അപ്പം നമ്മൾ അടുത്ത കെട്ടുത്സവത്തിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. സ്ഥലപരിമിതിയുണ്ട്, അതേപോലെ തൊട്ടടുത്ത് സ്റ്റേറ്റ് ഹൈവേ ആണ്. ഇത് രണ്ടും ഈ കെട്ടുത്സവം താമസിക്കുന്നതിന് കാരണമാണ്. വളരെ സൈലൻ്റ് ആയിട്ട് നിന്ന കുട്ടികളാണ്. ഒരു മേളം വന്നപ്പോഴത്തേക്ക് അവരും ആസ്വദിക്കുന്നുണ്ട്. ക്ഷേത്രത്തിനടുത്ത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളെങ്കിലും നല്ല രീതിയിൽ ആൾത്തിരക്കുള്ള ഒരു ഉത്സവമാണ് ഇവിടം. അപ്പം എല്ലാവരും ജംഗ്ഷനിലൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത നന്ദികേശ രൂപം അല്ലെങ്കിൽ കാളയും വരുന്നുണ്ട്. എനിക്കിതൊക്കെ നിങ്ങളെ വോയിസ് ഒക്കെ മ്യൂട്ട് ചെയ്യാതെ കേൾപ്പിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫ്ലോട്ടിൻ്റെ കൂടെ സിനിമാ പാട്ടൊക്കെ ഉണ്ട്. അപ്പം അത് നമുക്ക് ചാനലിൻ്റെ കോപ്പിറൈറ്റ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തത്. അപ്പോൾ തൊട്ട് പുറകെ വരുന്നത് ശ്രീരാമൻ്റെ ഒരു ഫ്ലോട്ടാണ്. ഇതൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ആ ഒരു സാങ്കേതിക വിദ്യ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ കാളയും അമ്പലത്തിൻ്റെ മുമ്പിൽ ആറാടിക്കാനായിട്ട് ഗ്രൗണ്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഈ കൊട്ടും മേളവും വർണ്ണശോഭയൊക്കെ നല്ല പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീരാമനും സീതാദേവിയും ഹനുമാൻ സ്വാമിയൊക്കെ അവിടെ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കയറിപ്പോയ ആ ഒരു നന്ദികേശൻ ആറാടിയതിന് ശേഷം തിരിച്ചിറങ്ങി വന്നെങ്കിൽ മാത്രമേ ഇനി ഇവർക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ നല്ല രീതിയിൽ മേളവും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളീ നിൽക്കുന്നത് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പം ഇവിടെയും ശരിക്കും ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ നന്ദികേശൻ തിരിച്ചിറങ്ങി. നന്ദികേശൻ മാറിയ ശേഷം നമ്മുടെ ശ്രീരാമനും സീതാദേവിയും ഹനുമാൻ സ്വാമിയൊക്കെ ക്ഷേത്രത്തിൻ്റെ മുൻപിലേക്ക് വരികയാണ്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് വന്ന 2 പേരാണ് കേട്ടോ ഈ ഗർലകൾ.
ഒരു ഫ്ലോട്ടിൻ്റെ മുമ്പിൽ ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് അവർ വന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇന്നലെ അവർ ആ ഗ്രൗണ്ട് ഇളക്കി മറിച്ചെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആണ്. ശരിക്കും ഇവർ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അവിടുത്തെ കുട്ടികളോടായിരുന്നു. ഈ ചൂട് കാലാവസ്ഥയിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ശരിക്കും അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടായിരിക്കും. പക്ഷേ അവർ അതൊന്നും വകവയ്ക്കാതെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവരുടെ ഈ ഒരു ഡാൻസും ഇവരുടെ ആ പെർഫോമൻസ് എല്ലാം. കണ്ടില്ലേ, ഇവർ വന്ന ശേഷം കുട്ടികൾക്കൊന്നും പിന്നെ വേറെ കാഴ്ചകളൊന്നും കാണണ്ട, ഇവരോടൊപ്പം ഇങ്ങനെ ഡാൻസ് കളിച്ചാൽ മതി. നല്ല രസമായിരുന്നു. എങ്ങനെ അത് പറഞ്ഞറിയിക്കണമെന്നറിയില്ല. ഇതൊരു മെയിൻ റോഡ് ആണെങ്കിൽ കൂടി എല്ലാവരും കൺട്രോൾ ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പരമാവധി അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ വേഷം കെട്ടിയ ആളും കുട്ടികളെ നന്നായിട്ട് സന്തോഷിപ്പിക്കുന്നുമുണ്ട്. ഇതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്തുന്നുമുണ്ട്. കണ്ടു നിൽക്കുന്ന നമുക്ക് സന്തോഷം. മൊത്തത്തിലൊരു നല്ല പൊള്ളി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നേരത്തെ ആറാടിച്ച് വെച്ച നന്ദികേശൻ്റെ കൂടെയുള്ള മേളക്കാരാണ്. അവരിവിടെ നന്നായിട്ട് കൊട്ടും, ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. ഉത്സവം ആഘോഷിക്കാൻ വന്ന ഗേർൽ ഇവിടെ വണ്ടി തള്ളുന്ന കാഴ്ചയാണിത്. എന്തല്ലേ, മുൻപൊക്കെ മാനും മയിലും ഒക്കെ ആയിരുന്നു ഉത്സവങ്ങൾക്ക് നിറം പകരാൻ വന്നിരുന്നതെങ്കിൽ ഇപ്പം ഗർലയും ചിമ്പാൻസിയും കരടിയൊക്കെയാണ് വരുന്നത്. ഒരു വശത്ത് ഇവിടെ മേളം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കാതിടിപ്പിക്കുന്ന ശബ്ദമാണെങ്കിൽ ഇത് കേട്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണല്ലേ. മറ്റൊരു ഗൊറില്ല അവിടെ അതേ അടിപൊളിയായിട്ട് തകർക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ വണ്ടി എന്ന് പറയുന്നത് ഇവരുടെ കൂടെ തന്നെ ഉള്ള വണ്ടിയാണ് കേട്ടോ. ഈ ഫ്ലോട്ടിൻ്റെ കൂടാണ് ആ ഗറിലയൊക്കെ വന്നിട്ടുള്ളത്. ആ ഫ്ലോട്ടിൽ ശിവഭഗവാന്റെ തലയിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ തെറിക്കുന്നുണ്ടായിരുന്നു. അതായത് ഗംഗാജലം വീഴുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോ എടുത്തപ്പം കിട്ടിയില്ല. അമ്പലത്തിന് മുമ്പിൽ ചെന്നപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ അടുത്ത കെട്ടുത്സവം വരികയാണ്. കണ്ടില്ലേ, കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത്രയും സമയം അവിടെ സൈലൻ്റ് ആയിട്ട് നിന്ന കുട്ടികളാണ്. തുടക്കത്തിൽ അമ്പലത്തിൻ്റെ അടുത്ത് ആൾക്കാർ കുറവായിരുന്നെങ്കിലും കെട്ടുത്സവമൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതേ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ശരിക്കും ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന സൈഡും അതിൻ്റെ ബാക്കിലോട്ടൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇടിച്ച് കയറി മുമ്പിൽ വന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ ചെയ്തതിന് കാരണം വേറൊന്നുമല്ല, ഞാൻ ഉത്സവം എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരെയും അതൊന്ന് കാണിക്കുകയും കൂടെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഇപ്പുറത്തെ സൈഡിൽ മേളം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കിട്ടിയ സമയവും കിട്ടിയ അവസരവും അവർ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുകയാണ്. കുറേ പേര് അതിൻ്റെ അടുത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നുമുണ്ട്. ഇത് കണ്ടോ, ഒരു വയറ് കൊണ്ടുപോകാൻ 2 വണ്ടി. ചളി പറഞ്ഞതല്ല കേട്ടോ. റിക്കവറി വാഹനമൊക്കെ ഉപയോഗിച്ച് കേടായ വാഹനങ്ങൾ കൊണ്ടുവന്ന് കാണുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഈ കാണുന്ന സൗണ്ടും ലൈറ്റും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടുന്ന പവറാണ്, ജനറേറ്ററാണ് മുന്നേ പോയ വണ്ടിയിൽ കൊണ്ടുപോയത്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊരു ഇരട്ടക്കാളയുടെ മുമ്പിൽ മേളത്തിന് പകരമുള്ള ഒരു സജ്ജീകരണമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ള പെൺകുട്ടികളും ആൺകുട്ടികളും പ്രായഭേദമന്യേ ഒരുപാട് പേര് അതിനകത്ത് എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ച് വരുന്നുണ്ട്. ഇതായിരുന്നു കെട്ടുകാഴ്ചയിലെ അവസാന ഇനം. അപ്പം ഇപ്പോഴത്തേക്ക് ശരിക്ക് ആളായിട്ടുണ്ട് അവിടെ. നമുക്കങ്ങനെ നിൽക്കാനൊന്നും പറ്റാത്ത വിധം തിരക്കായിട്ടുണ്ട്. ഇതായിരുന്നു ആ ഇരട്ടക്കാള. നമ്മൾ ആദ്യം വന്നപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാളയുടെ അടുത്തേക്കായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ഉത്സവം കാണാൻ പോകുമ്പം പെൺകുട്ടികളാണെങ്കിൽ അടങ്ങി ഒതുങ്ങി അമ്മമാരോടൊപ്പം നിന്ന് ഉത്സവം കണ്ടിട്ട് തിരിച്ചു പോരുന്നോണം അതായിരുന്നു അവസ്ഥ. ഇപ്പം പക്ഷെ അങ്ങനെയല്ല. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഉത്സവം ഉണ്ടെങ്കിൽ അവർ ഡാൻസ് കളിക്കും. അതിനുള്ള അനുവാദമൊക്കെ വീട്ടുകാർ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഉത്സവം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ സമയത്ത് അവിടെ വലിയ രീതിയിലുള്ള കൊട്ടുമേളവും ആരവങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചതാണ്. കണ്ടില്ലേ, എന്ത് രസമുണ്ടത് കാണാൻ, അങ്ങനെ കിടന്ന് പറക്കുന്നത് കാണാൻ. നമ്മുടെ തൊട്ടടുത്തുള്ളത് നമ്മൾ ആഘോഷിക്കുന്നതായിട്ടുള്ള ഉത്സവം മാനാമ്പുഴ തൃക്കണ്ണാപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇത്തവണ അവിടെ ഉത്സവം ഇല്ല. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ബാക്കിയുള്ള അമ്പലങ്ങളിലെ എല്ലാ ഉത്സവങ്ങളും പോയി അങ്ങ് ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു. ഇത് നമ്മൾ ആദ്യം വന്ന കാളയുടെ ചുവട്ടിൽ കണ്ട കാഴ്ചകളാണ് കേട്ടോ. ഇവിടെയും ഒരു ഗറില്ലയും പിന്നൊരു അണ്ണാൻകുട്ടനും ഉണ്ടായിരുന്നു. ഇവരിവിടെ നല്ല രീതിയിൽ ഉത്സവാഘോഷങ്ങൾ കളറാക്കുന്നുണ്ടായിരുന്നു. ഈ ഭാഗത്ത് നല്ല അടിപൊളി DJ ഒക്കെ ആയിരുന്നു. നമ്മളത് ഒരുപാട് സമയം അവിടെ നിന്ന് എൻജോയ് ചെയ്തു. എൻ്റെ അഭിപ്രായത്തിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടുന്നത്. നമ്മൾ വെറും കാഴ്ചക്കാരായിട്ട് മാത്രം പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു എൻജോയ്മെൻ്റ് ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പം നമ്മളും അതിനകത്തൊന്ന് എൻജോയ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഉത്സവത്തിൻ്റെ ഒരു വൈബ് നമുക്ക് ശരിക്കും കിട്ടത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്.
എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സ്വന്തമായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ ഈ ഗർലയുടെയൊക്കെ വേഷം ഇട്ടവര് അവരെ എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൂടെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഈ ഗർലയൊക്കെ ഒരുപാട് സെലിബ്രിറ്റികളാണ് കേട്ടോ. ഒരുപാട് പേര് വന്ന് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ? പുറകെ കൂടെ ചെന്ന ഒരാളെ ഹഗ് ചെയ്യുന്നുണ്ട്. ശരിക്കുള്ള ഗർലയുടെ ഹഗ്ഗൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പൊടിയായിരിക്കും അല്ലേ? മാത്രമല്ല ശരിക്കുള്ള ഗർല ഇതേപോലെ പല്ലിളിച്ച് മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിൽ കണ്ടം വഴി ഓടും. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ചിരിയാണ് വരുന്നത്. ആളുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ അമ്മാതിരിയായിരുന്നു. സാധാരണ ഈ മാനും മയിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ചില ചുവടുവെപ്പും താളമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഗർലയും കരടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ചുവടും താളമൊന്നുമില്ല. എന്ത് പാട്ട് കേട്ടാലും അവർ താളം വെക്കും, നന്നായിട്ട് ഡാൻസും കളിക്കും. ഈ ഒരു ടീം ഇവിടെ ഏകദേശം 6 മണിക്ക് മുമ്പ് മുതൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയതാണ്. രാത്രി 10 മണിയായപ്പോഴും അവർ ഒരേ വൈബോടെ നിന്ന് ഡാൻസ് കളിക്കുക. അവർക്കൊരു ക്ഷീണമോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കെട്ടുത്സവത്തിൻ്റെ കൂടെ ഉള്ളവരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അവർ ഒരു വർഷമായിട്ട് കാത്തിരുന്ന് വന്നൊരു ഉത്സവമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എൻജോയ്മെൻറ്റും എല്ലാം ആ ഉത്സവത്തിൽ നല്ല പോലെ പ്രകടമായിരുന്നു. ഇനി ഒരു വർഷക്കാലം കാത്തിരുന്നെങ്കിൽ മാത്രമേ ഇതേപോലൊരു ആഘോഷവും സന്തോഷമൊക്കെ ഇതേപോലെ കിട്ടുകയുള്ളൂ. അപ്പം അത് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 10 മണിയോടുകൂടി ഞങ്ങളൊരു ഓട്ടോയൊക്കെ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ടാറ്റാ.